പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞനുജത്തി റോജി റോയിയെ അവളുടെ അന്ത്യയാത്രയ്ക്ക് ഒരുക്കിക്കിടത്തിയിരിക്കുന്ന ചിത്രമാണിത്. ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടന്ന മിണ്ടാപ്രാണികളായ മാതാപിതാക്കളുടെ പൊന്നോമന മോൾ പട്ടിണിയും കഷ്ടപ്പാടും ഏറെയാണെങ്കിലും അവളുടെ മുഖത്തെന്നും പുഞ്ചിരിയായിരുന്നു. നല്ലൊരു നാളെയുടെ പ്രതീക്ഷയായിരുന്നു. അതൊക്കെയാണ് തലസ്ഥാനത്തെ കിംസ് ആശുപത്രിയുടെ 10ാം നിലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി തകർന്നു വീണത്. റോജിയെപ്പോലെ ഒരുപാട് പെൺമക്കൾ, അവളെപ്പോലെ ഒരുപാട് സഹോദരിമാർ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മൃഗീയമായ പീഡനങ്ങളിൽ തകർന്ന ജീവനും ജീവിതവും എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരുന്നത് നമുക്കിന്ന് വാർത്ത പോലുമല്ലാതെയാവുന്നു. ആ വിധമുള്ള വാർത്താ തമസ്കരണങ്ങളെ വകവെച്ചു കൊടുക്കാൻ നമുക്കാവില്ല എന്ന പ്രഖ്യാപനം തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ സൈബർ മേഖലയിൽ ആഞ്ഞടിച്ച റോജി റോയിയുടെ മരണത്തിന് കാരണക്കാരായവർക്ക് നേരെ ഉയർന്ന പ്രതിഷേധ കൊടുങ്കാറ്റ്. ആശുപത്രി കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ വാല് ചുരുട്ടി അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന മാധ്യമങ്ങളോട് വെല്ലുവിളിയോടെ തന്നെയാണ് സൈബർ രംഗം ഈ വിഷയം ഏറ്റെടുത്തത്. സൈബർ മേഖലയിൽ ഈ വിഷയം ചർച്ച ചെയ്ത സുഹൃത്തുക്കൾ വളരെയേറെ ന്യായവും പ്രസക്തവുമായ ചോദ്യങ്ങൾ ഉയർത്തുകയുണ്ടായി. ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ കളിയാക്കി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ റോജിയെ രൂക്ഷമായി മാനസിക പീഡനങ്ങൾക്ക് വിധേയമാക്കി എന്നത് നേരു തന്നെയാണ്. എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് വളർന്നു വന്ന പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി തന്നെ ഏറെ പ്രതീക്ഷകളുടെ കാത്തിരിക്കുന്ന, മിണ്ടാനും പറയാനും കഴിയാത്ത മാതാപിതാക്കളെയും സ്നേഹനിധിയായ സഹോദരനെയും ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുമോ? അവൾ ആത്മഹത്യ ചെയ്തു എന്ന് ആവർത്തിച്ചു പറഞ്ഞു. അതാണ് സത്യമെന്ന് വരുത്തി തീർക്കാൻ അധികൃതർ ശ്രമിക്കുമ്പോൾ അവളുടെ ശവസംസ്കാരത്തിന് പോലും പങ്കെടുക്കുന്നതിൽ നിന്നും സഹപാഠികളെ തടഞ്ഞുവെച്ചത് എന്തിന്? ആരാണ്? തലസ്ഥാനത്തെ നെഞ്ചത്ത് നടന്ന സംഭവമായിരുന്നിട്ടും വിവാദങ്ങൾ ഉയർന്നു വരുമെന്ന് ബോധ്യമായിട്ടും എന്തേ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലാതായി? സൈബർ മേഖല ഒന്നടങ്കം വിശ്വസിക്കുന്നു റോജി റോയിയുടെ മരണം ആത്മഹത്യയല്ല. പിന്നെയോ അതിനുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് നവമാധ്യമ രംഗം ഇമചിമ്മാതെ പൂർണ്ണ ജാഗ്രതയോടെ നിലകൊള്ളുന്നത്. ഇതിവിടെ അവസാനിക്കുന്നില്ല. എല്ലാവിധ കക്ഷി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്കും അതീതമായി ഈ വിഷയം സജീവമായി തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. കാരണം ഇനി ഒരു പൊന്നുമോൾക്കും ഈ വിധമുള്ള ദാരുണമായ അന്ത്യമുണ്ടാവാൻ പാടില്ല. സത്യസന്ധമായ അന്വേഷണത്തിലൂടെ റോജി റോയിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവർ അലംഭാവം കാണിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അറിയിക്കുന്നു, സൈബർ ലോകത്തെ അക്ഷര തീപ്പന്തങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. കത്തിയാളുന്ന ആ തീജ്വാലകളെ അണച്ചമർത്താൻ ഒരു മർദ്ദന പെരുമഴയ്ക്കും കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ മാത്രമാണുള്ളത്. നാം അവർക്ക് കാവലാളാവണം. റോജി റോയി എന്ന ഈ മാലാഖക്കുട്ടിയുടെ ദാരുണ മരണം നമ്മുടെ മറവികളിൽ പെടാതെ കാത്തു സൂക്ഷിക്കണം. അതിനെനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നേരിന് വേണ്ടിയുള്ള സകല പോരാട്ടങ്ങൾക്കും നിങ്ങളുടെ നിറഞ്ഞ പിന്തുണ തേടുന്നു. അഭിവാദ്യങ്ങൾ.